യാഃ കാശ്ച ഭൂമൗ ദിവി വൈരസായാം വിഭൂതയോ ദിക്ഷു മഹാവിഭൂതേ താമഹ്യമാഖ്യാഹ്യനുഭാവിതാസ്തേ നമാമി തേ തീർത്ഥപദാംഘ്രിപദ്മം. ഉദ്ധവൻ പറയാ, യാഃ കാശ്ച ഭൂമൗ ദിവി വൈരസായാം വിഭൂതയോ ദിക്ഷു മഹാവിഭൂതേ. അങ്ങയെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എവിടേക്കാ നോക്കേണ്ടത്, എങ്ങടാ നോക്കേണ്ടത്? ഈ ലോകത്തില് ഭൂമി, സ്വർഗം, പാതാളം എന്നിങ്ങനെ 3 തലം പറയുന്നുണ്ട്. ഭൂതലം, സ്വസ്ഥലം, പാതാളം, അല്ലെങ്കിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകൾ, ദശകൾ. ഇങ്ങനെ 3 സ്ഥലത്തും ഭൂമൗ ദിവി വൈരസായാം, ഭൂമിയിലാകട്ടെ, സ്വർഗത്തിലാകട്ടെ, പാതാളത്തിലാകട്ടെ, യാഃ കാശ്ച ഭൂമൗ വിഭൂതയഃ ദിക്ഷു മഹാവിഭൂതേ. ശ്രീകൃഷ്ണ പരമാത്മാവിനോട് ഉദ്ധവൻ പറയാണ് മഹാവിഭൂതേന്ന്. കേട്ടോ നിങ്ങള്? മഹാവിഭൂതേന്ന് ഒരു സംബുദ്ധി സംബോധന അഡ്രസ് ചെയ്യാണ്. ഉദ്ധവ ഈസ് അഡ്രസ്സിങ് കൃഷ്ണ ആസ് ഓ മഹാവിഭൂതേ. സർവവിധ ഐശ്വര്യങ്ങളും വിഭവങ്ങളും ശക്തികളും സമ്മേളിച്ചിരിക്കുന്ന മഹാപ്രഭോ എന്നാണ് അതിനർത്ഥം. ആ മഹാപ്രഭോ വിഭൂതയോ ദിക്ഷു, ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അങ്ങക്ക് എന്തെല്ലാം വിഭൂതിയുണ്ടോ താമഹ്യമാഖ്യാഹ്യനുഭാവിതാസ്തേ. അങ്ങക്ക് എനിക്ക് പറഞ്ഞു തരുന്നതിൽ വിരോധമില്ല, നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മനസ്സ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ, സമഞ്ജസമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരൂന്ന്. ഇതൊരു മുഖവുരയാണ്. ഏതുപോലെ കൃഷ്ണൻ അർജുനനോട് സംസാരിച്ച് 9 അധ്യായം കഴിഞ്ഞ് 10-ാം അധ്യായത്തിൽ വന്നപ്പോൾ അർജുനൻ ചോദിക്കുന്നു, അങ്ങ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. പറയുന്നത് ആരാ? 2 കൈ കൃഷ്ണൻ. അദ്ദേഹം പറയുന്നതോ വിശ്വം മുഴുവനും വ്യാപിക്കുന്ന ഒരു പരിമാണമാണ് മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതിനെപ്പറ്റി അർജുനൻ സംശയിക്കുന്നില്ല. അങ്ങ് ഇങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ, അങ്ങയുടെ വിഭൂതികൾ എന്താണ്? അതുപോലെ ഇവിടെ ഉദ്ധവൻ ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എടുക്കാം എന്ത്? നല്ല ഒരു ശിഷ്യൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ആ ശിഷ്യൻ്റെ മനസ്സ് തൻ്റെ ശരീരം എന്ന് പറയുന്ന പരിമിതി വിട്ട് വിശ്വവ്യാപകമായിരിക്കുന്ന ഒരു പരിമാണം ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിനെ സഹായിക്കാൻ, തുണയ്ക്കാൻ വേണ്ടി ഒരു ഗുരു പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ വിശ്വരൂപ വർണ്ണന എന്ന് പറയുന്നത്. അപ്പോൾ ആ മനസ്സിൻ്റെ വികാസം എളുപ്പമായിട്ട് അങ്ങോട്ട് തീരും. അതല്ലെങ്കിലോ കുടുംബം, കുട്ടികൾ എന്നുള്ള നില വിട്ടു പോവില്ല. എൻ്റെ പ്രേക്ഷകന്മാർ മിക്കവാറും ഗൃഹസ്ഥന്മാരാണ്. അതുകൊണ്ട് അവർ ഭഗവത്സ്ഥന്മാരാവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഗൃഹത്തിൽ സ്ഥാപിക്കപ്പെട്ടവരാവർ. നമ്മളൊക്കെ ഗൃഹത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഗൃഹസ്ഥന്മാരായി മരിക്കരുത്. നമ്മളൊക്കെ ഒന്നുകിൽ ഈശ്വരനിൽ സ്ഥിതി ചെയ്യുന്നവരായി മരിക്കണം, അല്ലെങ്കിൽ ഈശ്വരനെ ഹൃദയസ്ഥരാക്കി മരിക്കണം. അതങ്ങനെ ചെയ്യാറില്ല. അപ്പം നിങ്ങളുടെ ഈ ഗാർഹസ്ഥ്യം എന്ന് പറയുന്ന ആ ചട്ടക്കൂട് വിട്ട്, ആ പരിമിതി വിട്ട്, അതിലുള്ള ആ പെയിൻറ്റ്, അതിലുള്ള ചുമര്, അതിലുള്ള ഡ്രോയിങ് റൂം, അതിലുള്ള ക്യൂരിയോസ്, അത് വിട്ടങ്ങോട്ട് മനസ്സ് പോവില്ല. അത് പോകാൻ എന്ത് വേണം? ഈ വിഭൂതികളെ പറ്റി കുറച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ഈ ചാപ്റ്റർ ഒന്ന് എടുത്ത് വായിക്കൂ. ആ ഭഗവാൻ എല്ലാ ദിക്കിലും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു വരുന്ന ഒരു വിശേഷപ്പെട്ട ഭാഗമാണ്. യാഃ കാശ്ച ഭൂമൗ ദിവി വൈരസായാം വിഭൂതയോ ദിക്ഷു മഹാവിഭൂതേ താമഹ്യം ആഖ്യാഹി. എനിക്ക് വേണ്ടി ഒന്ന് നിരത്തി വയ്ക്കാമോ, പറഞ്ഞു തരാമോ, കാണിച്ചു തരാമോ? അനുഭാവിതാസ്തേ നമാമി തേ തീർത്ഥപദാംഘ്രിപദ്മം. ഈശ്വരനെ വിശേഷിപ്പിക്കുക. കൃഷ്ണന്റെ മുമ്പിൽ നിന്ന് പറയാണ്, അങ്ങ് ആരാ? അങ്ങയ്ക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. ആരെ നമസ്കരിക്കുന്നു? തീർത്ഥപദാംഘ്രിപദ്മം. തീർത്ഥപദാംഘ്രിപദ്മം, എല്ലാറ്റിനെയും ശുദ്ധമാക്കുന്ന പാദകമലദ്വയം, അതിനെ ഞാൻ നമസ്കരിക്കുന്നു. ആ ഭഗവാനുള്ള വിശേഷം, കൃഷ്ണ വിശേഷ തീർത്ഥപദാംഘ്രിപദ്മം. മഹാവിഷ്ണുവിൻ്റെ കാലിൽ നിന്നാണല്ലോ ഗംഗാനദി പ്രവഹിച്ചത്. ഗംഗയല്ലേ, ഭാഗീരഥിയല്ലേ വലിയ തീർത്ഥമായിട്ട് നാം കണക്കാക്കുന്നത്. ആ ഗംഗാനദി ഉദ്ഭവിച്ചത് മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ കൃഷ്ണൻ്റെ പാദപദ്മം വളരെയധികം പവിത്രമാണ്. പവിത്രം എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? പരിശുദ്ധി വരുത്തുന്നത് എന്ന്. സ്വയം ശുദ്ധം എന്നല്ല, പരിശുദ്ധി വരുത്തുന്നത്. നമാമി തേ തീർത്ഥപദാംഘ്രിപദ്മം.
നമുക്ക് എന്തൊക്കെ തലങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ? ഇന്ദ്രിയങ്ങളുടെ ഒരു തലം നമ്മുടെ ദർശനത്തിലും അനുഭവത്തിലും ഉള്ളതാണ്. അതേമാതിരി നമുക്ക് ആന്തരമായിട്ടൊരു മനസ്ഥലമുണ്ട്, ബുദ്ധിതലമുണ്ട്, സ്വപ്നം എന്ന് പറയുന്ന ഒരു തലമുണ്ട്, സുഷുപ്തി എന്നൊരു തലമുണ്ട്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട് ഗ്രഹിക്കുന്ന ഒരു ഇന്ദ്രിയതലം, അതാണ് ഈ ഭൗമതലം, ഭൗതികതലം, ബാഹ്യതലം എന്ന് പറയുക. അതേമാതിരി മനസ്സുകൊണ്ട് ചിന്തിച്ച് ഭാവന ചെയ്തെടുക്കുന്ന ഒരു ഭാവനാതലം മനസ്സുണ്ട്. ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കി ഇൻഫറൻസ്, യുക്തിസഹമായി ചെന്നെത്തുന്ന ചില പ്രദേശങ്ങളും ഒക്കെയുണ്ട്. അവസാനം മനസ്സ് രചിക്കുന്ന സ്വപ്നതലം ഒന്നുണ്ട്. സ്വപ്നതലം, സുഷുപ്തിതലം. സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഉറക്കം. ആ ഉറക്കവും ഒരു 7-8 മണിക്കൂർ നേരം നാം എല്ലാം വിസ്മരിച്ച് കിടന്നുറങ്ങാൻ, എല്ലാറ്റിനെയും വിസ്മരിച്ചു എന്നുള്ളതിരിക്കട്ടെ, എന്താണ് നമ്മളെ ഗ്രഹിച്ച് ആലിംഗനം ചെയ്ത് എല്ലാറ്റിനെയും വിസ്മരിപ്പിക്കാറാക്കിയത്? ഈ കാണുന്നതിനെയൊക്കെ വിസ്മരിച്ചു എന്നുള്ളതിരിക്കട്ടെ, എന്തോ ഒന്ന് നമ്മളെ പിടിപെട്ട് ആലിംഗനം ചെയ്ത് ഭദ്രമായി വച്ചത് കൊണ്ടാണല്ലോ ബാക്കിയുള്ളതൊക്കെ പോയത്. അങ്ങനെ ഒരു തലമുണ്ട്. ഈ തലത്തിലൊക്കെ ഈശ്വരൻ്റെ വിഭവങ്ങളും വൈഭവങ്ങളുമാണ്. അങ്ങനെ എന്തെല്ലാം ഉണ്ടോ ഇന്ദ്രിയ തലത്തിലോ മനസ്തലത്തിലോ ബുദ്ധിതലത്തിലോ, ജാഗ്രത് തലം, സ്വപ്നതലം, സുഷുപ്തിതലം, ഇതെല്ലാം എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. തീർത്ഥപദാംഘ്രിപത്മം എനിക്ക് വളരെയധികം മനസ്സിൽ കൊള്ളുന്നുണ്ട് കേട്ടോ. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ പോയാൽ എന്താണ് വിചാരിക്കേണ്ടത്? ഗുരുവിനെ ഞാനായിട്ട് കാണണം. ദേവതാത്മാ, ഗുരുദേവതാത്മാ എന്നാണ് കൃഷ്ണൻ്റെ തന്നെ എക്സ്പ്രഷൻ. ഗുരുവിനെ ദൈവമായിട്ട് കാണണം, തൻ്റെ സ്വന്തം ആത്മാവായിട്ട് കാണണം. ആത്മാവിനെ കാണാൻ പറ്റില്ല. ആ ആത്മാവ് ഒരു രൂപം കൈക്കൊണ്ട് മുൻപിൽ വന്ന് നിന്നതുപോലെയാണ് ഗുരു. ആ ഗുരുവിൻ്റെ തീർത്ഥ പദാംഘ്രി പത്മം. ഗുരുപൂർണിമ എന്ന് പറയുന്നത് എങ്ങനെയാ? നമ്മുടെ ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നു, സൂര്യനെയും പ്രദക്ഷിണം വയ്ക്കുന്നു. അങ്ങനെ സൂര്യനെ പ്രദക്ഷിണം വെച്ച് ഒരു കൊല്ലവും കൂടി കഴിഞ്ഞിട്ടാണ് ഗുരുപൂർണിമയെ രണ്ടാമതും നമുക്ക് സംഭാവന ചെയ്യുന്നത്. ഏറ്റവും വിശേഷപ്പെട്ടതാണ്. നമുക്ക് പല സുദിനങ്ങളുമുണ്ട്. ഭാരതീയ പഞ്ചാംഗത്തിൽ ഏറ്റവും പവിത്രവും അനുഗ്രഹകരവുമാണ് ഗുരുപൂർണിമ. അതിനെ കഴിച്ചിട്ടേ ബാക്കിയുള്ളൂ. ഈ ഗുരുപൂർണിമയ്ക്കാണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സംസ്കാരവും ധർമ്മവും ജ്ഞാനവും വിജ്ഞാനവും എല്ലാം പുറപ്പെട്ടത് വിടുന്ന. ജ്ഞാനത്തിന് 2 മേഖലയാണ്. ഒന്ന് ദി ഓബ്ജക്റ്റീവ് ഓർ ദി ഓബ്ജക്റ്റ് എക്സ്റ്റേണൽ ഡയമെൻഷൻ. ഈ ബാഹ്യമായിരിക്കുന്ന ഒരു ഹെമിസ്ഫിയർ ഉണ്ടല്ലോ, ഒരു അർദ്ധഗോളം എന്ന് പറയട്ടെ, ഗോളാർദ്ധം എന്ന് പറയാം. അർദ്ധവ്യാപ്തി, വ്യാപ്തി ഒട്ടാകെ എടുത്താൽ പകുതിയായുള്ളൂ പുറത്ത് എന്ന് പറയുന്നത്. ബാക്കി പകുതി കിടക്കുന്നത് അകത്താണ്. ആ അകത്തുള്ളതാണ് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ. ഈ ഗുരുപൂർണിമയ്ക്ക് എന്ത് ചെയ്തു? നമ്മുടെ ആചാര്യന്മാരും ഗുരുജനങ്ങളും എല്ലാവരും, വേദവ്യാസർ എന്ത് ചെയ്തു? ഗുരുപൂർണിമയ്ക്കാണ് അദ്ദേഹം പ്രധാനപ്പെട്ട എഴുത്തുകൾ, ഉപനിഷത്തുകളാവട്ടെ, മഹാഭാരതമാകട്ടെ, ഭാഗവതമാകട്ടെ ഒക്കെ തുടങ്ങിയത്. മഴക്കാലമാണ്. സന്യാസിമാരാരും യാത്ര ചെയ്യരുത് എന്നാണ് പ്രമാണം. പഴയ കാലത്ത് ഇങ്ങനെ ബസ്സും വണ്ടിയും ഒന്നുമില്ലല്ലോ, പ്ലെയിനൊന്നും. അപ്പോൾ അവർക്ക് നടന്നു വേണം പോവാൻ. അവരുടെ കുടീരങ്ങൾ മിക്കവാറും വനപ്രദേശത്താവും. അപ്പോൾ ഒലിക്കുന്ന വെള്ളം താണ്ടി കിടന്നു പോണ്ട, മഴക്കാലം കഴിയട്ടെ എന്ന് പറഞ്ഞ് കുടീരത്തിലിരിക്കും. അവരെ തേടി ശിഷ്യന്മാരും ഭക്തന്മാരും വരും. അവരുടെ കൂടെ ഇരുന്ന് ഒരു ആവർത്തിയെങ്കിലും നമ്മുടെ ഉപനിഷത്തുകൾ, 10-11 ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, സാധിച്ചാൽ ബ്രഹ്മസൂത്രം, ചതുസ്സൂത്രമെങ്കിലും വായിച്ച് ശിഷ്യന്മാരും ഗുരുജന്മാരും കൂടിയിട്ടിരുന്ന് ചർച്ച ചെയ്ത് ഒരു തവണയെങ്കിലും വായിക്കും. അത്ര വിശേഷപ്പെട്ട ഒരു തപസ്സാണ് ഈ കാലത്ത് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ആരും വിചാരിക്കരുത് അത് തപസ്വികൾക്കും ആശ്രമങ്ങൾക്കും മാത്രം ഒഴിഞ്ഞുവിട്ടതാണ്. അത് ഗൃഹസ്ഥന്മാർക്കൊക്കെ ബാധക. ഞങ്ങൾ സന്യാസിമാരും വേദവ്യാസരടക്കം എല്ലാവരെയും പെറ്റു വളർത്തിയത് ഗൃഹസ്ഥന്മാരാണെന്ന് മനസ്സിലാക്കണം, വേറെ ആരുമല്ല. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേണം അമൃത് ജനിക്കാൻ. പക്ഷേ കൂടുതൽ വിഷമായിട്ടാണ് അപ്പോൾ അവിടെ കാണുന്നത്. അമൃത് അവിടുന്ന് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു തപസ് നിങ്ങൾ മനസ്സിലാക്കി ഗുരുപൂർണിമ ആചരിക്കുക എന്നുള്ളതൊരു വ്രതമാവണം. അതിൻ്റെ ഭാഗമാണ് കർക്കിടകത്തിലുള്ള 7 ഉപ്പ് മേടിക്കാതെ ഇരിക്കൽ എന്നുള്ള ആചാരങ്ങളൊക്കെ. ചേട്ടയെ തള്ളി പുറത്തേക്കാക്കി ശ്രീഭഗവതിയെ അകത്തേക്കാക്കി എന്നൊക്കെ കേൾക്കുമല്ലോ. അതൊക്കെ പോട്ടെ, രാമായണം ഒരു തവണയെങ്കിലും വ്രതനിഷ്ഠമായി വായിക്കുന്നത് ഗുരുപൂർണിമ ദിവസത്തിന് തുടങ്ങുകയാണ്. ഇതവിടെ കർക്കിടക മാസം രാമായണ മാസമായി നിങ്ങളെല്ലാവരും പരിഗണിക്കുന്നു. വളരെ വിശേഷപ്പെട്ടതാണ്. ആ ഗുരുപൂർണിമ നമ്മുടെ ജീവിതത്തിൽ ആനയിക്കണത് എന്താ? ഈ ജ്ഞാനം എന്ന് പറയുന്നത് സമ്പാദിക്കണം.
ആ ജ്ഞാനത്തിൽ വിഷയമണ്ഡലം, അതാണ് യൂണിവേഴ്സിറ്റിയിലും എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സിലും പഠിപ്പിക്കുന്നത്. വിഷയി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഹെമിസ്ഫിയർ ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് രാമായണമാകട്ടെ, മഹാഭാരതമാകട്ടെ, ബ്രഹ്മസൂത്രങ്ങളാകട്ടെ, ഉപനിഷത്തുകളാകട്ടെ എല്ലാം പ്രതിപാദിക്കുന്നത്. ആ പ്രതിപാദനം തുടങ്ങിയത് ഈ ദിവസം മുതൽക്കാണ്. 4 മാസം നീണ്ടു നിൽക്കും ഈ ചാതുർമാസ്യം. അങ്ങനെ ജ്ഞാനം എന്നുള്ളതിന് നിങ്ങൾ എന്തെങ്കിലും സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ജ്ഞാനവും അതിൻ്റെ പ്രഖ്യാപനം, അതിൻ്റെ പ്രസരണം, അതിൻ്റെ പ്രതിപാദനം, അതിൻ്റെ ചർച്ച, അതിൻ്റെ വിളംബരം, ഇതൊക്കെ നടന്നത് ഗുരുപൂർണിമയ്ക്ക് തുടങ്ങി 4 മാസമാണ്. ഈ ദിനത്തിനോട് നിങ്ങളെല്ലാവരും കടപ്പെട്ടവരാണ്. നമ്മുടെ അനാദിയായിരിക്കുന്ന സാഹിത്യം മുഴുവനും ഉടലെടുത്തത് ഇവിടുന്ന. വേദവ്യാസർ ബ്രഹ്മസൂത്രം എഴുതിയത് ഈ ഗുരുപൂർണിമ മുതൽക്ക് 4 മാസക്കാലം, പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഉണ്ടാവും. ശങ്കരാചാര്യർ അതിന് ഭാഷ്യം രചിച്ചതും അന്നേ ദിവസം തുടങ്ങിയതാണ്. ഈ ഗുരുപൂർണിമയാണ് നാരായണാശ്രമ തപോവനത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 50 കൊല്ലമായി ഞങ്ങൾ ആചരിച്ചു വരുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു ആചരണം ഇല്ല. വ്യാസപൂർണിമയെ പറ്റി ആരും കേട്ടിട്ടുമില്ല. ഇപ്പോൾ കുറേശ്ശെയൊക്കെ പത്രത്തിലൊക്കെ എഴുതി ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി പലരും. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഒരു ഗുരുവിൻ്റെ മുൻപിൽ ഒരു ശിഷ്യന് തോന്നുന്ന ആ വികാര ഭൂയിഷ്ടമായിരിക്കുന്ന ഭക്തി, അതാണ് ഇവിടെ ഉദ്ധവൻ പറയുന്നത്. നമാമിതേ തീർത്ഥപദാഘ്രിപത്മം. അങ്ങയുടെ പാദപത്മമുണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ തീർത്ഥം, എല്ലാവരെയും പവിത്രമാക്കുന്നത്. ആ പാദപത്മത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങയുടെ വിഭൂതികൾ എന്തെല്ലാമുണ്ടോ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. എല്ലാം ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിലും ചിലതെങ്കിലും ചിന്തിക്കട്ടെ. ആ ചിലതിൽ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എന്തോ അതെടുത്ത് പറയാം. അത് കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ പറയാണ്, ശ്രീ ഭഗവാനുവാച, ഞാൻ പറഞ്ഞില്ലേ ഭഗവത്ഗീതയിൽ ഇങ്ങനെ ഉണ്ടായി എന്ന് കൃഷ്ണൻ ഇവിടെ പറയുന്നു. ഏവമേതദഹം പൃഷ്ടഃ പ്രശ്നം പ്രശ്നവിദാംബര യുയുത്സുനാ വിനശനേ സപത്നൈർ അർജുനേന വൈ. കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനൻ എന്നോട് ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചു. ആ മറുപടി പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മറുപടി പറയാൻ തുടങ്ങുന്നത്. 12 സ്കന്ധങ്ങളാണല്ലോ ശ്രീമദ് ഭാഗവതത്തിൽ. അതിൽ 11ാമത്തെ സ്കന്ധം 10 കഴിഞ്ഞിട്ടുള്ളത്, അതാണ് മുക്തിസ്കന്ധം എന്ന് പറയുന്നത്. അതിൽ പറയുന്നതെല്ലാം തന്നെ മനുഷ്യൻ്റെ മനസ്സിനെ നിർമുക്തമാക്കാനാണ്. ഈ മനസ്സിന് മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന് ഏറ്റവും വലിയ ഒരു തകരാറ് എന്താണെന്ന് വെച്ചാൽ അത് അഭിലഷിക്കുന്നു, ആശിക്കുന്നു, ഇച്ഛിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴാണ് ഈ ആഗ്രഹം തോന്നുക? താനല്ലാതെ മറ്റു പലതും ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് ആഗ്രഹം. താനല്ലാതെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിനോട് നമുക്കൊരാഗ്രഹം തോന്നാം, അല്ലെങ്കിൽ വെറുപ്പ് തോന്നാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഭയം തോന്നാം. എത്ര ദ്വൈതമിവ വർത്തതേ തദിതര ഇതരം പശ്യതി എന്നാണല്ലോ യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറഞ്ഞു കൊടുത്തത്. 2 എന്ന് വന്നാൽ അപ്പം മനസ്സിന് അസ്വസ്ഥതയായി. ആ അസ്വസ്ഥത മാറ്റി അതിനെ മുക്തമാക്കി തീർക്കണം, സ്വച്ഛമാക്കി തീർക്കണം എന്നതാണ് ആവശ്യം. അത് മുഴുവനും ഈ ഏകാദശ സ്കന്ധം കൊണ്ട് നിർവഹിക്കുകയാണ്. അതെങ്ങനെയാണ് നിർവഹിക്കുന്നത്? അതും വളരെ വിശേഷപ്പെട്ടതാണ്. നിമി ചക്രവർത്തി യാഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ 9 യോഗികൾ വന്നിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ അവരുടെ യോഗ്യത മനസ്സിലാക്കി യാഗം ചെയ്യുന്നത് നിർത്തിവെച്ച് അവരെ സ്വാഗതം ചെയ്ത് കാലൊക്കെ കഴുകി ദാഹത്തിന് വെള്ളമൊക്കെയോ കുടിക്കാനുള്ളതൊക്കെ കൊടുത്ത് ഇരുത്തിയതിന് ശേഷം യാഗം നടത്തുന്ന യജമാനൻ അവിടെ വന്നങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് എനിക്ക് ഭാഗവത ധർമ്മങ്ങൾ പറഞ്ഞു തരൂ എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഋത്വിക്കുകളും എല്ലാവരും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൂടെ വന്നിരുന്നു. യാഗം നിർത്തിവെച്ചു. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? ഏറ്റവും വിശിഷ്ടമാണ് വൈദികമായിരിക്കുന്ന യാഗം. അതിന് പ്രത്യേക വ്രതങ്ങളും നിഷ്ഠകളുമൊക്കെ വേണം. ആ യാഗം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് പുല പോലും വരില്ല എന്നാണ് പ്രമാണം. ആര് മരിച്ചാലും കൂടി പിന്നെ ബാധിക്കില്ല അത്രേ. ആ പുണ്യബലം അത്രത്തോളം ഉണ്ടെന്ന്. അഗ്നി എല്ലാറ്റിനെയും ദഹിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ ഈ യാഗകർമ്മം എന്ന് പറയുന്ന പവിത്രത മറ്റെല്ലാറ്റിനെയും മുക്കിക്കളയും, പവിത്രമാക്കി തീർക്കും. ആ 9 യോഗികളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഭക്തിയിലൂടെ മുക്തിക്കുള്ള വഴിയാണ്. അതിനെ ഒരു മുഖവുരയായിട്ട് വെച്ചിരിക്കുകയാണ് ആര്? വ്യാസദേവൻ. അവർ പറയാനുള്ളത് 9 യോഗികളും സംസാരിച്ചതിന് ശേഷമാണ് കൃഷ്ണൻ്റെ അവതരണം ഇവിടെ വരുന്നത്. വളരെ വിശേഷപ്പെട്ട ഒരു പ്രിപ്പറേറ്ററി ഗ്രൗണ്ടാണത്. അവർ പറഞ്ഞതിനെയാണ് നമ്മൾ അവസാനം കഴിഞ്ഞ കൊല്ലം നൈമിഷാരണ്യത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം ഈശ്വരാനുഭവം ചൊരിയുന്ന യോഗി വാണികൾ, അതിന് ശീർഷകം പേര് കൊടുത്തിരിക്കണം. ഈശ്വരൻ്റെ അനുഭവം, ഈശ്വരാനുഭവം, അത് ചൊരിയുന്ന യോഗിവാക്യങ്ങൾ, വാണികൾ.
അത് കഴിഞ്ഞിട്ട് പിന്നെ കൃഷ്ണൻ സ്വയം പറയുക. ഈ ഏകാദശ സ്കന്ധത്തിൽ എല്ലാം കൂടി 31 അധ്യായമാണ്. ആ 31 അധ്യായത്തിൽ നമുക്ക് ഇവിടെ ഇതേവരെ പറഞ്ഞതെല്ലാം കൂടി 15 എണ്ണം കഴിഞ്ഞു. ഇനി 16ാമത്തേലേക്ക് നാം പ്രവേശിക്കുകയാണ്. 31 എണ്ണമാണ്. അപ്പം ഇനി എത്ര എണ്ണമുണ്ട്? 15ഉം 16, 31, 16 അധ്യായങ്ങളും കൂടിയുണ്ട്. അതിൽ സിദ്ധികളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി ഉദ്ധവനാണ് ഇവിടെ പൃച്ഛകൻ മറുപടി പറയുന്നത് കൃഷ്ണനും. ആ കൃഷ്ണന് 125 വയസ്സും കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം എത്രത്തോളം പാകത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, പരിപക്വതയോടുകൂടി. അതിനനുസരിച്ച ഒരു രംഗമാണ് ഉദ്ധവനും അവിടെ പ്രദർശിപ്പിക്കുന്നത്. ഉദ്ധവ ഉവാച ത്വം ബ്രഹ്മപരമം സാക്ഷാത് അനാദ്യന്തം അപാവൃതം സർവേഷാമപി ഭാവാനാം ത്രാണസ്ഥിത്യപ്യയോദ്ഭവ. ത്വം ബ്രഹ്മ പരമം സാക്ഷാത്. ഉദ്ധവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ആരാണ് ഈ കൃഷ്ണൻ? ഉദ്ധവൻ്റെ സ്വാമി, യജമാനൻ. ഉദ്ധവനോ അദ്ദേഹത്തിൻ്റെ മന്ത്രി, സേവകൻ, കൗൺസിലർ, ഉപദേഷ്ടാവും കൂടിയാണ്. അപ്പോൾ ഉദ്ധവന് ബഹുമുഖമായ ഒരു അടുപ്പമാണ് കൃഷ്ണനായിട്ട്. ആ അടുപ്പം സൂചിപ്പിക്കുന്നതാണ് കൃഷ്ണൻ ഉടുത്തിട്ട വസ്ത്രങ്ങളാണ് ഉദ്ധവൻ ഉടുക്കുക. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യോ? നിങ്ങളൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നവരാണല്ലോ. ഭർത്താവ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഭാര്യ ഉപയോഗിക്കുക എന്നൊരു സമ്പ്രദായം നിങ്ങളുടെ ഇടയിലുണ്ടോ? എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവസാനമാണ് എന്നെ പെറ്റത് നമ്മുടെ അമ്മ പൂർവാശ്രമത്തിൽ. അപ്പോൾ അച്ഛൻ ഊണ് കഴിച്ചിട്ടുള്ള ആ ഇലയിലാണ് അമ്മക്ക് ഊണ് കഴിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഊണ് കഴിക്കാൻ താമസമാവും, അമ്മയ്ക്ക് വിശപ്പാവും. ഇത് നിർത്തൂ അമ്മയെന്ന് പറഞ്ഞ് നിർബന്ധിച്ചതിന് ശേഷമാണ് കുറേശ്ശെ തന്നെ ഊണ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഭക്തിയുടെ മുൻപിൽ പല കലവറകളും മാറും, പല മതിലുകളും പൊളിഞ്ഞങ്ങോട്ട് നീങ്ങും. അപ്പോൾ കൃഷ്ണൻ ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഉച്ഛിഷ്ടമായിരുന്നു ഉദ്ധവന് വലിയ ഇഷ്ടം. ഭക്തി കൊണ്ടാണത്, അല്ലെങ്കിൽ വേറെ ഒരു കാരണം കൊണ്ടും ആരും അങ്ങനെ ചെയ്യില്ല. അതുമാതിരി ഉടുത്തഴിച്ചിട്ട വസ്ത്രം ധരിക്കും, അത്രത്തോളം അടുപ്പാണ്. ആ ഉദ്ധവനാണ് മുമ്പിലിരുന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ഉദ്ധവൻ പറയാണ് ഇത്ര നേരം പറഞ്ഞതൊക്കെ കേട്ട്, ത്വം ബ്രഹ്മപരമം സാക്ഷാത് അനാദ്യന്തം അപാവൃതം. ഇതാണ് നമ്മുടെ അധ്യാത്മവിദ്യയുടെ മഹിമ. ഒരു മനുഷ്യൻ ആത്മജിജ്ഞാസുവോ തത്വജിജ്ഞാസുവോ ആയാൽ ആ ആള് ഈശ്വരനെ അല്ല ഉറ്റുനോക്കുക. ആ ആൾ ഉറ്റുനോക്കുന്നത് സദ്ഗുരുവിനെയാണ്. നിങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടല്ലോ, അവിടെ തൊഴുതു വരും. ആരെയാ ഈ തൊഴുതുന്നത്? ആരെയാ തൊഴുന്നത്? മിണ്ടാത്ത ഒരു ദൈവത്തെ, മിണ്ടുന്ന ദൈവത്തെ അല്ല. പൂജക്കാരൻ, ശാന്തിക്കാരൻ അഭിഷേകം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് എണ്ണ ചാർത്തി തുടച്ചു വെടുപ്പാക്കി എല്ലാം കഴിച്ച് അണിഞ്ഞലച്ച് പൂജയും നിവേദ്യവും ഒക്കെ കഴിച്ച് നിങ്ങൾ വരുമ്പോൾ തൊഴാൻ തയ്യാറാക്കി അവിടെ വയ്ക്കുക. നിങ്ങൾ ശ്രീകോവിലിൽ നിന്ന് അകന്നിരുന്ന് തൊഴുതിട്ട് വരികയാണ്, അടുത്ത് പോണില്ല. അവിടെ എന്താ നടക്കണേന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു എൻ്റെ ഭഗവാനെ പറയും. മനസ്സിലുള്ള ഭാരമൊക്കെ ഇറക്കും. പ്രദക്ഷിണം വെച്ച് പ്രസാദം മേടിച്ച് വഴിപാടും കഴിച്ച് ഇങ്ങോട്ട് പോരും. പക്ഷേ ആ ദൈവം മിണ്ടാത്ത ദൈവമാണ്. എത്ര കാലം നിങ്ങളവിടെ പോയാലും നിങ്ങൾക്ക് നിങ്ങൾ ആരാധിക്കുന്ന ദൈവവുമായി ഒരു സമ്പർക്കമുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് ഈ ലോകത്തിൽ വന്നിട്ടുള്ള ബന്ധമൊക്കെ എങ്ങനെയാണ്? സ്ഥൂല രൂപത്തിലുള്ള ലോകവസ്തുക്കളോടും മനുഷ്യരോടും ജീവജാലങ്ങളോടും സമ്പർക്കം നടത്തി തന്മൂലം വന്നിട്ടുള്ള ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ നീങ്ങണമെങ്കിൽ ഒരു മിണ്ടാത്ത ദൈവത്തോട് സമ്പർക്കം പുലർത്തിയാൽ എങ്ങനെയാ തീരില്ലല്ലോ. അത് തീരാൻ എന്താ വഴി? അതാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പ്രത്യക്ഷ കൃഷ്ണനാണ്. എന്താ അങ്ങനെ ഒരു സ്ഥാനം അതിന് കിട്ടിയത്? പ്രത്യക്ഷമായിരിക്കുന്ന കൃഷ്ണൻ നമ്മുടെ മുൻപിൽ വന്നാൽ നമുക്ക് സംസാരിക്കാം, നമ്മളോടും പറയും. അതേമാതിരി ശ്രീമദ് ഭാഗവതം നമ്മളോട് സംസാരിക്കുകയാണ്. കൃഷ്ണൻ എന്ത് പറഞ്ഞോ അത് മുഴുവനുമാണല്ലോ ഇപ്പോൾ ഭാഗവതത്തിൽ വേദവ്യാസൻ എഴുതി വച്ചിരിക്കുന്നത്. കൃഷ്ണൻ്റെ മൊഴികളാണ്. അതാണ് ഈ സ്വാമിജി നിങ്ങളോട് പറയണത്. ഇത് പറയുന്ന സമയത്ത് കൃഷ്ണൻ എങ്ങനെ പറയുമോ സംസാരിക്കുകയോ അതുപോലെ സംസാരിക്കണം എന്നാണ് എൻ്റെ സങ്കല്പം. ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന സമയത്ത് കൃഷ്ണൻ എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക അതെൻ്റെ മുഖത്തിൽ നിന്ന് പുറത്തു വരണമെന്നാണ് എൻ്റെ വിചാരം. ആ ഉദ്ധവൻ പറയുകയാണ് തൻ്റെ യജമാനനോട്, തൻ്റെ സ്വാമിയോട്, രണ്ട് കൈയുള്ള കൃഷ്ണനോട് ഇത്രയും കാലം അടുത്ത് പഴകി ചോദ്യോത്തരങ്ങളും സംശയങ്ങളും ചർച്ചകളും നടത്തിപ്പോകുന്ന ഉദ്ധവൻ ത്വം ബ്രഹ്മ പരമം സാക്ഷാത്. ആ
ദേവകി പെറ്റ് യശോദ വളർത്തി നന്ദഗോപൻ്റെ നന്ദനായി വളർന്ന ആ കൃഷ്ണനൊക്കെ അവിടെ അങ്ങോട്ട് മാറി. എന്നിട്ട് ഉദ്ധവൻ്റെ മുൻപിൽ അങ്ങ് പരബ്രഹ്മമാണ്, പരമം ബ്രഹ്മ, സാക്ഷാത്. എൻ്റെ കണ്ണിന് മുൻപ് ഞാൻ കാണുന്നത് അങ്ങനെയാണ്, സാക്ഷാത്തായിട്ടുള്ള ബ്രഹ്മം. ശരിക്കുള്ള ബ്രഹ്മം സർവവ്യാപകമാണ്. സർവവ്യാപകത്തിനെ കാണാൻ നമുക്കൊരു കണ്ണില്ല, മനസ്സുപോലും ഉണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെ ഞാൻ പ്രത്യക്ഷമായിരിക്കുന്ന പരബ്രഹ്മമായി കാണുന്നു. അനാദ്യന്തം, ആദ്യമില്ല അന്തവുമില്ല. ഇതെനിക്ക് എങ്ങനെ മനസ്സിലായി? അങ്ങ് പറയുന്നത് കേട്ട്. സാധാരണ ഒരു ശവം സംസാരിക്കില്ല, ജീവനുള്ളപ്പോഴേ സംസാരിക്കുള്ളൂ. അപ്പം ആ സംസാരം ശരീരത്തിൽ നിന്ന് വരുന്നതോ അതോ ജീവചൈതന്യത്തിൽ നിന്ന് വരുന്നതോ? എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകരെ എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. എൻ്റെ ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. പ്രാണൻ പോയിട്ടുള്ള ഒരു ശരീരം സംസാരിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല. അപ്പോൾ ശരീരം സംസാരിക്കില്ല. അപ്പോൾ സംസാരിക്കുന്നത് ആരാ? ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ജീവനല്ലേ? ജീവനല്ലേ സംസാരിക്കുള്ളൂ. അപ്പം സംസാരത്തിൽ നമുക്ക് വെളിപ്പെടുന്നത് എന്താ? ആ ജീവചൈതന്യം. ആ ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ആ വാക്കുകൾ സൂചിപ്പിക്കുന്ന മാനങ്ങളുണ്ടല്ലോ, ഡയമെൻഷൻസ്, പരിമാണങ്ങൾ. ആ പരിമാണങ്ങൾ മനുഷ്യത്വത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് പരബ്രഹ്മത്തെ സ്പർശിക്കുന്നതും അതിൻ്റെ വിശേഷണങ്ങളുമാണ്. അപ്പം അങ്ങയുടെ സംസാരം കേൾക്കുന്തോറും എനിക്ക് തോന്നുന്നത് ഞാൻ ഇതേവരെ മനസ്സിലാക്കി വന്ന യജമാനനല്ല എൻ്റെ കൃഷ്ണൻ. ആ കൃഷ്ണൻ്റെ ശരീരം മനുഷ്യത്വമുള്ളതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഉൾക്കൊള്ളുന്നത് പരബ്രഹ്മ വൈഭവമാണ്. ത്വം ബ്രഹ്മപരമം സാക്ഷാത് അനാദ്യന്തം. ആ പരബ്രഹ്മ വൈഭവത്തിന് ആദ്യമില്ല അന്തവുമില്ല, അപാവൃതം, അതിന് മറവുമില്ല. ബ്രഹ്മത്തിനെ മറയ്ക്കാൻ ലോകത്തിനെന്താ? സൂര്യപ്രകാശത്തിനെ മറയ്ക്കാൻ ഒരു പക്ഷേ ചന്ദ്രനോ മേഘങ്ങളോ ഉണ്ടെന്ന് വരാം. പരബ്രഹ്മത്തിനെ മറയ്ക്കാൻ ഈ ലോകത്തിൽ എന്താ? ഈ സംസാരം മുഴുവനും പരബ്രഹ്മത്തിൻ്റെ പ്രകാശവും പ്രകടനവുമാണ്. വെള്ളം തണുത്ത ഐസായപ്പോൾ അത് വെള്ളത്തിനെ മറയ്ക്കുന്നുവോ അതോ വെളുപ്പ് നിറത്തിൽ ദ്രവരൂപം എന്നുള്ളതിന് പകരം ഖരരൂപത്തിൽ പ്രദർശിപ്പിക്കുന്നുവോ? അവിടെ ഐസ് ആയിട്ടുള്ളത് എന്താ? വെള്ളം തന്നെ. വെള്ളമാകുമ്പോൾ അതിന് നിറയില്ല, അത് സോളിഡുമല്ല, ഖരവുമല്ല. ഐസായപ്പോഴോ അത് വെളുപ്പാണ്. നിങ്ങൾക്ക് പൊതിഞ്ഞെടുക്കാം, അതിന് ഒരേലയിൽ പോലും പൊതിഞ്ഞെടുക്കാം. അങ്ങനെ ഖരരൂപത്തിലായിരിക്കുക. അവിടെ വെള്ളം മറഞ്ഞോ? മറഞ്ഞില്ല. മറഞ്ഞു എന്ന് ആര് പറയും? ബുദ്ധിയില്ലാത്തവൻ പറയും. വെള്ളം ഐസായി പരിണമിച്ചതാ, പ്രകാശിക്കുന്നു. ഈ ഐസ് ആയത് വെള്ളമാണ്, ഈ ലോകമായതോ ബ്രഹ്മമാണ്. അപ്പം ലോകം ബ്രഹ്മമാണ്. ആ ലോകമായതെങ്കിൽ അതൊരു മറവോ അതൊരു അഡീഷണൽ പ്രകടനമോ? അപാവൃതം എന്നുള്ള ശബ്ദത്തിനാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഒരിക്കലും നിങ്ങൾ പറയരുത് ഈശ്വരൻ മറയ്ക്കപ്പെട്ടു. ഈശ്വരൻ തുറന്ന് കാണിക്കുകയാണ്. എന്തൊക്കെയായിട്ട്? ആകാശം, കോടാനുകോടി ഗോളങ്ങൾ, പ്രകാശങ്ങൾ, പർവ്വതങ്ങൾ, സമുദ്രം, ഭൂമി, അഗ്നി, ഇങ്ങനെ പലതുമായിട്ട് അദ്ദേഹം പ്രകാശിക്കുകയാണ്. ആ പ്രകാശത്തിനെ നോക്കി നിങ്ങൾ മറയ്ക്കണു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? കുട്ടികളെ മാതിരിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉദ്ധവന് തൻ്റെ ഇടം വന്നതിൻ്റെ പേരിൽ പറയുകയാണ്, ത്വം ബ്രഹ്മപരമം സാക്ഷാത് അനാദ്യന്തമപാവൃതം സർവേഷാമപി ഭാവാനാം. ഈ ലോകത്തിൽ എന്തെല്ലാം പദാർത്ഥങ്ങളുണ്ടോ, എന്തിനെയെല്ലാം നാം പരാമർശിക്കുമെന്നോ നമ്മുടെ വാക്കുകളിലൂടെ, എന്തിനെയെല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നുവോ ആ പദാർത്ഥങ്ങളുടെ എല്ലാം ത്രാണ സ്ഥിതി അപ്യയോദ്ഭവ. അതിനെ രക്ഷിക്കുന്നത് അങ്ങനെയാണ്, സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥിതി, അപ്യയം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവല്, ഉദ്ഭവം എന്ന് പറഞ്ഞാൽ ഉണ്ടാവല്. അതിൻ്റെ ഉദ്ഭവത്തിനും സ്ഥിതിക്കും അപ്യയത്തിനും സംരക്ഷണത്തിനും എല്ലാറ്റിനും കാരണം അങ്ങയാണ്. അപ്പം കൃഷ്ണൻ, ദ്വാരകയിലിരിക്കുന്ന കൃഷ്ണൻ ഉദ്ധവന്റെ ദൃഷ്ടിയിൽ ഒരു മനുഷ്യനല്ല, ആ ദേഹപരിധിയിൽ ഒതുങ്ങുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലൂടെ അദ്ദേഹം പറഞ്ഞ ആ പ്രത്യയങ്ങളും ആശയങ്ങളും ആ പ്രകാശങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വ്യപദേശങ്ങൾ, അതിൽ നിന്ന് കൃഷ്ണൻ്റെ വ്യക്തിത്വം തന്നെ അങ്ങോട്ട് മാറി ഉദ്ധവന്റെ മുൻപിൽ. അതേമാതിരി നിങ്ങൾക്കും തോന്നണം. ത്വം ബ്രഹ്മപരമം സാക്ഷാത് അനാദ്യന്തമപാവൃതം സർവേഷാം അഭിഭാവാനാം ത്രാണസ്ഥിത്യപ്യയോദ്ഭവ ഉച്ചാവചേഷു ഭൂതേഷു ദുർജേയം അകൃതാത്മഭിഃ ഉപാസതേ ത്വാം ഭഗവൻ യാഥാ തഥ്യേന ബ്രാഹ്മണാഃ. ഇങ്ങനെയുള്ള ഒരു പരബ്രഹ്മം ഉച്ചാവചേഷു ഭൂതേഷു
ഉച്ചവും നീചവും ആയിരിക്കുന്ന ഉച്ചഭൂതങ്ങളിലും നീചഭൂതങ്ങളിലും. ഇതൊക്കെ ഒരു താരതമ്യ വാക്കുകളാണ്. ഒരു ഭാഗത്ത് നാം പറയണു എല്ലാം പരബ്രഹ്മമയമാണെന്ന്, ഉടനെ പറയേണ്ടി വരുന്നു ഭൂതങ്ങൾ ഉച്ചവുമാണ് നീചവുമാണ്. ഇതിനൊക്കെ എന്താ അർത്ഥം? ഉച്ചമായിരിക്കുന്ന ഭൂതങ്ങൾ എന്തൊക്കെയാ? വേണമെങ്കിൽ ദേവന്മാരെന്ന് പറയാം, ഇഹലോകത്തിലാണെങ്കിൽ മനുഷ്യര്. നീചം എന്ന് പറയുമ്പോഴോ കൃമി കീടാദികൾ. അങ്ങനെ ഉച്ചവും നീചവുമായിരിക്കുന്ന ഭൂതങ്ങളിൽ ദുർജ്ഞേയം അകൃതാത്മഭിഹി. ഒരു പുഴുവുണ്ട്, അതിൻ്റെ ശരീരം പുഴുവാണ്. അത് ആ ശരീരത്തിന് ഉണ്ടാക്കി അതിൽ നിലനിൽക്കുന്നതോ ജീവപ്രകാശമാണ്. ആ ജീവൻ ഒരു ബ്രാഹ്മണന്റെ ഉള്ളിലുള്ള ജീവനിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം അതിലുണ്ടോ? ഇല്ലല്ലോ. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശ്വപാകേ ച പണ്ഡിതാഃ സമദർശിനഃ. ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ, ഒരു ശരിയായിട്ടുള്ള പണ്ഡിതൻ ആരാ? വിദ്യാവിനയ സമ്പന്നേ, വിദ്യാവിനയം മുതലായിട്ടുള്ള ഗുണങ്ങളാൽ സമ്പന്നനായിരിക്കുന്ന ബ്രാഹ്മണൻ. ഗവിഹസ്തിനി പശു, ആന. ശുനി ചൈവ സ്വപാകേജ നായ, പറയൻ. എല്ലാറ്റിലും തന്നെ ഒരുപോലെ സമദർശിത്വം അവർക്കുണ്ടാവുന്നു. അതേമാതിരി എല്ലാറ്റിലും ഒരുപോലെ പ്രകാശിക്കുന്ന അങ്ങ്. ഇവിടെ പറഞ്ഞല്ലോ, ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞു, ഉള്ളിലും പുറത്തും ഞാൻ ഒരുപോലെ ഉണ്ടെന്ന്. അങ്ങനെയുള്ള അങ്ങേ അകൃതാത്മഭിഹി ദുർജ്ഞേയം. അകൃതാത്മഭിഹി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? വേണ്ടതുപോലെയുള്ള സംശുദ്ധിയും സംസ്കാരവും ഗുണസമ്പന്നതയും സൗശീല്യവും ഇല്ലാത്തവരെന്ന് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്ക് ഉദ്യോഗമുണ്ടാവാം, പ്രതാപമുണ്ടാവാം, നല്ല കുട്ടികളും സമ്പാദ്യമൊക്കെ ഉണ്ടാവാം. നിങ്ങളുടെ സ്വഭാവം എങ്ങനെയുണ്ട് എന്നുള്ളതാ ചോദ്യം. മനസ്സ് നല്ലതാണോ അതോ ദുഷിച്ച മനസ്സാണോ ഉള്ളത്? എപ്പോൾ നോക്കിയാലും ബാക്കിയുള്ളവരെ കുറ്റം പറയുക, നല്ലതൊന്നും പറയാതെ ഇരിക്കുക, ഒന്നും കാണാൻ പറ്റില്ല, അസൂയയും കുശുമ്പും കുനിഷ്ടേ ഉള്ളൂ, അസഹിഷ്ണുതയേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു കൊള്ളാന്ന്? ആ ഇരിക്കുന്ന വീട് പോലും മോശം. മനുഷ്യനായിട്ട് ജീവിക്കും. ആ മനുഷ്യത്വം എന്ന് പറയുന്നത് മനസ്സിൻ്റെ കസവ് മനസ്സ് വേണം. നമുക്ക് പണമില്ലാതിരിക്കാം, അതുകൊണ്ടെന്താ? പരദൂഷണം വേണ്ടെന്ന് വെച്ചൂടെ? അനാവശ്യമായിട്ടുള്ള മത്സരം നമുക്ക് വേണ്ടാന്ന് വെച്ചൂടെ? അസഹിഷ്ണുത ഒഴിവാക്കിക്കൂടെ? മനസ്സിൽ എന്തിനു നമ്മൾ കുറയണം? ഗുണങ്ങളിൽ എന്തിനു കുറയണം? അകൃതാത്മാവരുത്, സംസ്കാരഹീനന്മാർ, ശുദ്ധിരഹിതർ. അങ്ങനെയുള്ളവർക്ക് അങ്ങയെ കാണാൻ പറ്റുന്നില്ല. ഉപാസതേ ത്വാം ഭഗവൻ യാഥാതഥ്യേന ബ്രാഹ്മണാഃ. എന്നാൽ നേരെ മറിച്ച്, ഹേ ഭഗവൻ, ബ്രാഹ്മണരുണ്ടല്ലോ, തത്വമറിയുന്നവർ. ആദ്യകാലം മുതൽക്ക് തന്നെ ഈ വേദങ്ങളൊക്കെ പഠിക്കുന്നതും എന്തിനാ? അതിലൊക്കെ പരമപുരുഷന്റെ കാര്യങ്ങളാണ് ആദ്യമേ പറയുന്നത്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഈ ലോകത്തിൽ ഒന്നേ ഉള്ളൂ, അതിനെ പലരും പലതരത്തിൽ പറയണു എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നേ ഉള്ളൂ എന്നുള്ളത് ഒരു കുട്ടിക്ക് പോലും ഈ വേദങ്ങളിലൂടെ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും. അയാൾ എവിടെ ചെന്നാലും ഇതാണ് സത്യം എന്നൊരു തോന്നൽ. അപ്പം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ നല്ല നല്ല വാക്യങ്ങൾ, വേദവാക്യങ്ങൾ കുറേശ്ശെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, സർവം ഖൽവിദം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, സർവം വിഷ്ണുമയം ജഗത്, സർവം കൃഷ്ണമയം ജഗത്, യതോ ധർമ്മ തതോ ജയഃ, യതോ കൃഷ്ണ തതോ ജയഃ. ഇതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. 10 വാക്ക് അവരുടെ ഉള്ളിലിരിക്കട്ടെ. അതൊന്നുമില്ലാതെ നോവലേ വായിക്കുള്ളൂ, TV കാണുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? പട്ടിയും പൂച്ചയും മാതിരി മനുഷ്യരായിട്ട് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ചില പവിത്രത, ഉൾസമ്പന്നത വേണ്ടേ? അപ്പം അങ്ങേ വേണ്ടതുപോലെ ഉപാസിക്കുന്നത് ആരാ? ഉപാസതേ ത്വാം ഭഗവൻ യാഥാതഥ്യേന ബ്രാഹ്മണാഃ. യഥാവിധി അങ്ങയെ ഉപാസിച്ച് അറിയുന്നവരെ ബ്രാഹ്മണർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. അങ്ങ് ദുർജയനാണ്. ആർക്ക്? അകൃതാത്മാക്കൾക്ക്. എല്ലാം അങ്ങയുടെ ആണെങ്കിൽ അപ്പോൾ ഈ സാധാരണക്കാർക്ക് പോലും അങ്ങയെ വേണ്ടതുപോലെ ഉപാസിച്ച് കാര്യം അറിയാനായിട്ട് എന്തു വേണം? ഏതെല്ലാം ഭാവങ്ങൾ കടന്നു പിടിക്കണം? എല്ലാ ദിക്കിലും അങ്ങുണ്ട്. പക്ഷെ എല്ലാ ദിക്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിക്കിലും പിടിച്ചാൽ കിട്ടണില്ല. അപ്പം ഇനി പിടിച്ചാൽ കിട്ടത്തക്ക വിധത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ പ്രകടനങ്ങളോ ആവിഷ്കരണങ്ങളോ ഭാവങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് പറയാം. ചുരുക്കം പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ഉപാസനകളുണ്ട് ലോകത്ത്. ഇതൊക്കെ എങ്ങനെയാണ് ആവിർഭവിച്ചത്? ഇത് അറിഞ്ഞാൽ കൊള്ളാം. യേഷു യേഷു ച ഭാവേഷു ഭക്ത്യാ ത്വാം പരമർഷയഃ
ഉപാസീനാഃ പ്രപദ്യന്തെ സംസിദ്ധിം തദ്വദസ്വമേ. യേഷു യേഷു ച ഭാവേഷു ഭക്ത്യാ ത്വാം പരമർഷയഃ. അങ്ങേ അറിയുന്ന മഹർഷിമാരുണ്ടല്ലോ, ആ മഹർഷിമാര് പലതരത്തിലുമാണ് അങ്ങയെ ഉപാസിക്കുന്നത്. യേഷു യേഷു ച ഭാവേഷു. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് എത്ര ഭാവങ്ങളുണ്ടാവാം. ചിലപ്പോൾ ദേഷ്യപ്പെടും, മുഖറ് കറുത്തിരിക്കും, ചിലപ്പോഴോ നല്ല സമയമാണ്, ചിലപ്പോഴോ അങ്ങടുമില്ല ഇങ്ങടുമില്ല. ഇങ്ങനെ 2-3 തരേ മനുഷ്യർക്കുള്ളൂ. ഭഗവാൻ അങ്ങനെയൊന്നുമല്ല, അനവധി തരാണ്. ബഹുമുഖ, സർവതോമുഖം എന്നൊക്കെയാണ് പറയുക. അപ്പം ഏതേത് ഭാവങ്ങളിലാണ് ഭക്ത്യാ ത്വാം പരമർഷയഃ ഉപാസീനാഃ. ഭക്തിയോടുകൂടി പരമഋഷികൾ, നല്ല ഋഷി ഉത്തമന്മാർ, ഉപാസീനാഃ അങ്ങേ ഉപാസിക്കുന്നത് വഴി പ്രപദ്യന്തേ സംസിദ്ധിം അവർക്ക് സംസിദ്ധി ഉണ്ടാകുന്നത്. തത് വദസ്വമേ, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ഇപ്പോൾ ഈശ്വരൻ എന്ന് പറയണത് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്നൊക്കെയാണ് പുരുഷ സൂക്തത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു ഈശ്വരനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എവിടുന്ന് തുടങ്ങണം? ഒരു കുട്ടിക്ക് കണക്ക് പഠിക്കണം, മാത്തമാറ്റിക്സിൽ എക്സ്പെർട്ട് ആവണം. പക്ഷേ ഞാൻ എവിടുന്നാണ് തുടങ്ങേണ്ടത് വെച്ചാൽ 1, 2, 3 മുതൽക്ക് തുടങ്ങണം. അത് കൂട്ടിയും കിഴിച്ചും പെരുക്കിയും ഹരിച്ചും ഒക്കെ കണക്കാക്കി അവസാനം നിനക്ക് വലിയ വലിയ കണക്കുകളൊക്കെ ചെയ്യാം. അപ്പോൾ എവിടുന്നാണ് ഞാൻ തുടങ്ങേണ്ടത്? ഏതേത് ഭാവങ്ങളാണ് ഉപാസിക്കാൻ പറ്റിയ ഭാവങ്ങൾ? എല്ലാവർക്കും ഭിന്നരുചികളാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നു. ഇവിടെ ഗീതയിലത്തെ ഒരു ശ്ലോകം എനിക്ക് ഓർമ്മ വരിക. യാന്തി ദേവവ്രതാ ദേവാൻ പിതॄൻ യാന്തി പിതൃവ്രതാഃ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാജിനോഭിമാം. പലതരത്തിലാണ് പലരും ഉപാസിക്കുന്നത്. ആ ഉപാസനയിൽ ഏറ്റവും ശ്ലാഘ്യമായിട്ടുള്ളത് എന്താ? ഉത്തമമായിട്ടുള്ളത് എന്താ? എളുപ്പത്തിലോ വേഗത്തിലോ സിദ്ധി കൈവരാൻ. അപ്പോൾ ഗീതയിൽ അദ്ദേഹം പറയണത് യാന്തി ദേവവ്രതാ ദേവാൻ. ദേവന്മാരെൻ്റെ പ്രകടനമാണ്, പിതൃക്കൾ എൻ്റെ പ്രകടനമാണ്, ഭൂതങ്ങൾ എൻ്റെ പ്രകടനമാണ്. ഞാനല്ലാത്തതൊന്നുമില്ല. ഇവിടെ കുട്ടിച്ചാത്തൻ, കൊള്ളിക്കട്ടൻ, ഒറ്റമുലച്ചി, മല്ലൻ, ഇങ്ങനെ പല സങ്കല്പങ്ങളും കേരളത്തിൽ നമ്മുടെ ഇടയിലുണ്ട്. എന്താ ഇതിനൊക്കെ അർത്ഥം? അതിനൊക്കെ ഉപാസിക്കുന്നവരുണ്ട്. മുത്തപ്പൻ, മുതുമുത്തപ്പൻ, അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. ഇതെല്ലാം ഉണ്ടല്ലോ. ഇതിലേതാ ഉത്തമെന്ന്? യാന്തി ദേവവ്രതാ ദേവാൻ. നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണേ. ദേവന്മാരെ യജനം ചെയ്യുന്നവർ ദേവവ്രതന്മാർ, ദേവന്മാരുടെ കൂടെ പോകുന്നു. പിതൃൻ യാന്തി പിതൃവ്രതാഃ. പിതൃക്കളെ ഉപാസിക്കുന്നവർ പിതൃക്കളായിത്തീരും. ഭൂതാനി യാന്തി ഭൂതേജ്യ. ഈ താഴ്ന്ന ഭൂതങ്ങളെയൊക്കെ ഉപാസിക്കുന്നവരുണ്ടല്ലോ, ആ ഉപാസിക്കുന്നവര് അങ്ങനെയായിത്തീരും. യാന്തി മദ്യാജിനോപിമാം. നേരെ മറിച്ച് എന്നെ എന്ന് പറഞ്ഞാൽ ആര്? ഈ വിശ്വരൂപിയായിരിക്കുന്ന ആ മഹത് പ്രഭാവം. ഞാൻ പറയുകയാണെങ്കിൽ സുപ്രീം ഇൻ്റലിജൻസ് എന്ന് പറയും. എന്തു പറയും? ഓർമ്മ വെച്ചോളൂ. സുപ്രീം ഇൻ്റലിജൻസ്, ആ പരമബുദ്ധി, പരമവിജ്ഞാനം. ഭാഗവതത്തിൽ ആദ്യമേ പറഞ്ഞുവല്ലോ. എന്തു പറഞ്ഞു? നിങ്ങളൊക്കെ മറക്കും, പക്ഷേ സ്വാമിജിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല, നിങ്ങളെ മറക്കാൻ അനുവദിക്കരുത്. ഞാൻ മറക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങളെ മറക്കാൻ അനുവദിക്കരുത്, മറപ്പിക്കരുത്. എന്താ അത്? വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. സൂതൻ ആദ്യമായിട്ട് പറയുന്നതാ ഭാഗവതത്തിൽ. വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം. സൂതനോട് ശ്രോതാക്കൾ ചോദിച്ചു, അങ്ങ് ധാരാളം ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഒക്കെ വായിച്ചിട്ടുണ്ടല്ലോ, ഇതിലെല്ലാറ്റിലും കൂടിയിട്ടുള്ള ആ സാരാംശം ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പം അദ്ദേഹം പറയുന്നതാ, തത്വജ്ഞാനികൾ പറയുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ പറയണമെന്നല്ല, തത്വജ്ഞാനികൾ പറയുന്നത് എങ്ങനെയാ. എന്താ പറയുന്നത്? തത്വം യജ്ഞാനമദ്വയം. 2 എന്നുള്ള സ്ഥാനത്തിന് ഇടം കൊടുക്കാത്തതായ ഒരു അറിവുണ്ട്. ആ അറിവ് അദ്വയജ്ഞാനം. അതാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അതിനെയാണ് പരബ്രഹ്മം, പരമാത്മാവ്, പരമേശ്വരൻ, ഭഗവാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ ഡെഫിനിഷൻ ആയോ കൂട്ടരെ? നിങ്ങൾക്ക് എല്ലാവരോടും ഒന്ന് വിളിച്ചു പറയോ? ഇനി നിങ്ങൾ മൂങ്ങുകളാവരുത്. അസലായിട്ട് സംസാരിക്കാൻ പഠിച്ചോളൂ. ഞങ്ങളുടെ ഭഗവാൻ ആരാ? അദ്വയജ്ഞാനം. എവിടെയാണ് ഈ അദ്വയജ്ഞാനം? മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ. നമ്മുടെ മസ്തിഷ്കത്തിൽ മാത്രമേ ജ്ഞാനമുള്ളൂ.
വേറെ ഒരെണ്ണത്തിൽ ഒരു സ്ഥലത്ത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിൽ തപ്പിക്കോളൂ. ആനയ്ക്ക് വലിയ തലയുണ്ട്, പല്ലെന്ന് പറയുന്ന 2 കൊമ്പുണ്ട്. അവിടെ ഒന്ന് മാന്തി നോക്കൂ, അവിടെ ജ്ഞാനം ഉണ്ടാവില്ല. ജ്ഞാനം 2 തരത്തിലാണ്. ഒന്ന് ഈ പുറത്ത് കാണുന്ന ബാഹ്യമണ്ഡല ജ്ഞാനം, അതാണ് ഈ അക്കാഡമിക് ഫീൽഡ് എന്ന് പറയുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി മുഴുവനും അതാണ്. അത് വാസ്തവത്തിൽ ദ്വിതീയമാണ്. എന്താ ദ്വിതീയം? ഈ ജ്ഞാനം ദൃശ്യം. ആ ദൃശ്യം എന്ന് പറഞ്ഞാൽ ദ്രഷ്ടാവിൻ്റെ മുൻപിലാണ് ദൃശ്യം. ആ ദൃശ്യം സ്വതന്ത്രമായി നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ മുൻപിലുള്ള ചുമരിനെ കണ്ടില്ലെങ്കിൽ അതൊരൊറ്റ ആളും കാണില്ല. എന്നെപ്പോലെയുള്ളവരെ കാണുള്ളൂ, കണ്ണുള്ളവരെ കാണുള്ളൂ. കണ്ണ് ചുമരുണ്ടാക്കുന്നതല്ല. അപ്പോൾ ചുമര് എന്ന് പറയുന്നത് കാണപ്പെടുന്ന വസ്തുവാണ്. കാണപ്പെടണമെങ്കിൽ കാണുന്ന ഒരാൾ വേണം. ആ കാണുന്നവനാണ് സ്വതന്ത്രം. അതാണ് വിഷയി, സബ്ജക്റ്റ്. ആ ജ്ഞാനമാണ് ശരിയായ ജ്ഞാനം. അത് മൃഗങ്ങൾക്കില്ല, പക്ഷികൾക്കില്ല, ഒന്നിനുമില്ല. ദൃശ്യം എന്ന് പറയുന്നത് കാണുന്നവൻ്റെ ഉള്ളിൽ ഉദിക്കുന്ന ഒരു ജ്ഞാനമാണ്. അപ്പം ജ്ഞാനം, ജ്ഞാതാവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതാണ് കൃഷ്ണൻ പറഞ്ഞത്. എന്ത്? അത്രമാം മാർഗയന്ത്യദ്ധ യുക്താ ഹേതുഭിരീശ്വരം ഗൃഹ്യമാണൈർ ഗുണൈർലിംഗൈഃ അഗ്രാഹ്യം അനുമാനതഃ. പല ദേഹങ്ങളും ഞാൻ സൃഷ്ടിച്ചിട്ട് എനിക്ക് സമാധാനം ഉണ്ടായില്ല, തൃപ്തി ഉണ്ടായില്ല. മനുഷ്യ ശരീരം രചിച്ചപ്പോഴാണ് സന്തോഷം. അതുവരെ ഞാൻ രചിച്ച 1 കാല്, 2 കാല്, 3 കാല്, 4 കാല്, 10 കാല്, അനവധി കാല്, അതിനൊന്നും ഈ ഉദ്ദേശം നടന്നില്ല. മനുഷ്യ ശരീരം സൃഷ്ടിച്ച് അതിൻ്റെ മസ്തിഷ്കം രൂപപ്പെട്ടതോടുകൂടി എനിക്ക് സന്തോഷവും സാഫല്യവും തോന്നി. എന്താ കാരണം? അത്ര, ഈ മനുഷ്യദേഹത്തിൽ മാം മാർഗയന്തി, ആ പരമാത്മ തത്വത്തെ അന്വേഷിക്കാനായി ജനങ്ങൾക്ക് സാധിക്കുന്നു. എങ്ങനെ? ഗൃഹ്യമാണൈഃ ഗുണൈഃ ലിംഗൈഃ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതായ വസ്തുക്കൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഈ ലോകം ദൃശ്യമാണ്. ആരുടെ മുൻപിൽ? ദ്രഷ്ടാവിൻ്റെ മുൻപിൽ. സൂര്യൻ കാലത്ത് ഉദിക്കുന്നു, എവിടെയോ ഉദിക്കുന്നു, ഞാൻ എങ്ങോ അകലെ നിന്ന് കാണുന്നു. അപ്പം സൂര്യൻ ഉദിച്ചു എന്ന് പറയുന്നത് ആരാ? ഞാനാണ്, എൻ്റെ കണ്ണിലൂടെ. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഞാൻ ഉണ്ടായിരുന്നില്ലേ? ഉവല്ലോ. അപ്പം ഇവിടെ മുമ്പാരാ? സൂര്യോദയമോ അതോ അതിനെക്കുറിച്ച് ഉണരുന്ന ഞാനോ? ഞാൻ. ഈ ഞാൻ സൂര്യൻ ഉദിച്ചാലും ഉദിച്ചില്ലെങ്കിലും അവിടെ ഇല്ലേ? ഉവ്വ്. ഏതാണ് മുമ്പ്? വിഷയി, ദ്രഷ്ടാവ്. ദ്രഷ്ടാവില്ലാതെ ദൃശ്യമുണ്ടോ? ഇല്ല. എന്നാൽ ദൃശ്യമില്ലാഞ്ഞാൽ ദ്രഷ്ടാവ് നഷ്ടപ്പെടുമോ? ഇല്ല. അതവിടെ നിൽക്കും. ഉറക്കത്തിൽ അതല്ലേ തെളിയുന്നത്? ദൃശ്യമാകെ മറഞ്ഞു, പക്ഷേ ഉറങ്ങുന്നവൻ എണീറ്റിട്ട് ഞാൻ ഉറങ്ങിയെന്ന് പറയാൻ അവിടെ അതിജീവിക്കുന്നു. അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലാണ്, ജ്ഞാതാവ്. ഇത് നല്ല പോലെ മനസ്സിലാക്കും. ആ ജ്ഞാനം അനവധി എന്നുള്ള നിലവിട്ട് എല്ലാം ഒന്നായി തീരുന്നത് ദ്രഷ്ടാവിൻ്റെ ഉള്ളിലുള്ള വൃത്തികളാണ് ഈ ദൃശ്യമാകെ. ദ്രഷ്ടാവിനെ വിട്ടൊരു ദൃശ്യമില്ല. ദ്രഷ്ടാവിലുള്ള ദ്രഷ്ടാവിൻ്റെ പതിപ്പാണ് ദൃശ്യം എന്ന് വന്നാൽ ഒക്കെ പതിപ്പായി. കണ്ണാടി വിട്ടൊരു പ്രതിബിംബം ആ കണ്ണാടിയുടെ ഉള്ളിലുണ്ടോ? ആ ചില്ല് വിട്ടൊരു പ്രതിബിംബം അതിലുണ്ടോ? കണ്ണാടിക്ക് നിറമില്ല. അതിൻ്റെ ഉള്ളിൽ കാണുന്ന പല നിറങ്ങളുമുള്ള വസ്തുക്കൾ അതിൽ പ്രതിബിംബിക്കുന്നുണ്ട്. ആ കണ്ണാടിയുടെ പ്രതിബിംബന ശക്തി വിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നിറം കാണുമോ? കാണില്ല. ഈ നിറമൊക്കെ എടുത്തു കളഞ്ഞാൽ കണ്ണാടിയിൽ വല്ല മാറ്റം വരുന്നുണ്ടോ? ഇല്ല. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ആ കണ്ണാടിയുടെ റിഫ്ലക്റ്റീവ് മാഗ്നിറ്റ്യൂഡ് ആര് രചിക്കുന്നതാ? കണ്ണാടി രചിക്കുന്നതാ. അങ്ങനെ ഒരു മാഗ്നിറ്റ്യൂഡ് അവിടെ ഉണ്ടോ? ഇല്ല. 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ഒക്കെ ദൂരം നമുക്കതിൽ കാണാം. അതവിടെ ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാന്തി ദേവവ്രതാ ദേവാൻ പിതॄൻ യാന്തി പിതൃവ്രതാഃ ഭൂതാനി യാന്തി ഭൂതേജ്യാഃ യാന്തി മദ്യാജിനോപി മാം. ഇവിടെ ദേവന്മാരെ യജിക്കുന്നവർ, പിതൃക്കളെ യജിക്കുന്നവർ, ഭൂതങ്ങളെ യജിക്കുന്നവർ, അവരൊക്കെ അതാത് യജനത്തിൻ്റെ ഫലമായി ആ ലക്ഷ്യങ്ങൾ അങ്ങനെ ആയിത്തീരും.
നേരെ മറിച്ച് അതേ സമയം, കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ ഞാൻ പറയുന്നത്? നേരെ മറിച്ച് അതേ സമയം, അതേ അധ്വാനം, എല്ലാ ദിക്കിലും ഒരുപോലെ പ്രകാശിക്കുന്നതും പരിലസിക്കുന്നതുമായ പരമാത്മാവായ എന്നെ എനിക്ക് വേണ്ടി യജിക്കുകയാണെങ്കിലോ അവരെന്നെ പ്രാപിക്കുന്നു. ഏവം സമാനേപ്യായാസേ. ഇങ്ങനെ രണ്ട് കാര്യത്തിലും ഒരേ ആയാസം, ഒരേ പ്രയത്നമാണ് ഉള്ളത്. അനന്തഫലത്തിന് വേണ്ടി എന്നെ യജിക്കുന്നില്ലല്ലോ, ക്ഷിപ്രഫലത്തിന് വേണ്ടി മറ്റുള്ളവരുടെ പിന്നാലെ പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കൃഷ്ണൻ വളരെയധികം വിഷമം പ്രദർശിപ്പിക്കുകയാണ് ദേഹവും ഭഗവത്ഗീതയിൽ. നല്ല പോലെ ശ്രദ്ധിക്കണേ ഈ ഭാഗം. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഈശ്വരനോട് ഒന്നും ചോദിക്കരുത്, കൈ വീശിപ്പൂ, ആ ബിംബത്തിനെ കാണുന്നതിൽ സന്തോഷിക്കൂ, അതൊരു സൗഭാഗ്യമായി കരുതൂ, ജന്മസാഫല്യം അരുളുന്നതാണെന്ന് കണക്കാക്കൂ. കയ്യിൽ എന്തുണ്ടോ അത് ഭണ്ഡാരത്തിലിടൂ, പ്രദക്ഷിണം വയ്ക്കൂ, നമസ്കരിക്കൂ, സ്തുതിക്കൂ, ഉള്ള അങ്ങനെ അങ്ങോട്ട് പോയി അങ്ങോട്ട് അർപ്പിക്കൂ. വേറെ ഒന്നും ചോദിക്കരുത്, അരുതെന്ന്. എന്തിനായി ചോദിക്കണത്? സർവജ്ഞനോടാണ് നാം പോയി പറയുന്നത്. ആ സർവജ്ഞനോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം. എന്നാൽ നിങ്ങൾക്ക് ചില ആവലാതിയൊക്കെ തോന്നുമ്പോൾ പറയുന്നതിന് വിരോധമില്ല. പക്ഷേ സ്ഥായിയായിട്ടുള്ള ഭാവം, ഞാൻ ഉപാസിക്കുന്ന ഈശ്വരൻ സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവവ്യാപിയാണ്. അങ്ങനെയുള്ള ഈശ്വരന് ബുദ്ധി ഉപദേശിക്കേണ്ട ആവശ്യമില്ല. മൈ അർപ്പിതാത്മ ആയിട്ടിരുന്നാൽ മതി. ഈശ്വരനിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി അത് ഉറപ്പിക്കാൻ വേണ്ടി പോയി വന്നോളൂ. അനന്ത ഫലമാണ് അതുകൊണ്ട് കിട്ടാൻ പോണത്. ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ മക്കളുടെ പേരിൽ തെരഞ്ഞെടുത്ത് പുഷ്പാഞ്ജലി ചെയ്യരുത്. ആ ദേവിയായാലും ദേവനായാലും അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി, എത്ര പൈസ വേണമെങ്കിൽ കൊടുത്തോളൂ. അവിടെ പൂജ ചെയ്യുന്ന ആൾക്ക് ദക്ഷിണയും കൊടുക്കും. ഈശ്വരൻ പ്രസാദിക്കട്ടെ, ലോകം മുഴുവനും നന്നാവട്ടെ. ഈശ്വരൻ പ്രസാദിക്കട്ടെ, ലോകം മുഴുവനും നന്നാവട്ടെ. ഇങ്ങനെ ഒരു ഭക്തൻ ഭഗവാന്റെ മുൻപിൽ ചെന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ തല വരെ കുളിരും. ഇങ്ങനെ പറയാൻ സാധിച്ച ഭക്തനാണ് പരമാനുഗ്രഹങ്ങൾ കിട്ടുക. നിങ്ങൾ എന്ത് ചെയ്യണു? പോകുന്നു, പ്രദക്ഷിണം വയ്ക്കണു, നമസ്കരിക്കണു, ഒക്കെ ചെയ്യണു. പക്ഷേ ചോദിക്കണതോ സമുദ്രത്തിൻ്റെ അവിടെ ചെന്നിട്ട് ഒരു സ്പൂൺ വെള്ളം. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു നല്ല മനസ്സോടുകൂടി ക്ഷേത്രത്തിൽ ചെല്ലുമപ്പാ, അപ്പം ആ ക്ഷേത്രം തന്നെ നന്നാവും. നിങ്ങളുടെ ഇടുങ്ങിയ മനസ്സോടുകൂടി ചെന്നിട്ട് ആ തേവര വരെ എടുക്കുക നിങ്ങൾ ചെയ്യണത്. തേവര വരെ എടുക്കണം. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ. ഇത് 9-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നത് 34-ാമത്തെ ശ്ലോകം. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു. ഇതേ വേണ്ടു. മന്മനാഭവ. അർജുനൻ്റെ മനസ്സ് ഞാനായി തീരട്ടെ. മനസ്സിൽ ഈശ്വരൻ മാത്രം കളിയാടട്ടെ, വിരാജിക്കട്ടെ, പ്രകാശിക്കട്ടെ, സ്മരിക്കപ്പെടട്ടെ നിരന്തരം. നിങ്ങളുടെ മനസ്സ് ഈശ്വരമയമായി തീരട്ടെ. അതിനുവേണ്ടി എന്തു വേണം? മദ്ഭക്ത. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഭക്തി പരിശീലിക്കരുത്. കേൾക്കുന്നുണ്ടോ? ഭക്തി പരിശീലിക്കരുത് എന്ന്. പിന്നെ എന്തു വേണം? ഭക്തനായിത്തീരണം. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ നമ്മുടെ പ്രേക്ഷകർക്ക്? നിങ്ങളിപ്പോൾ വിദ്വാൻമാരൊക്കെ ആയില്ലേ ഈ പ്രവചനം കേട്ടിട്ട്? പലരും പറയുന്നു, സ്വാമിജി എൻ്റെ മലയാളമൊക്കെ മാറിയെന്ന്. ഇന്നാളൊരാളിവിടെ വന്ന് പറയാ, സ്വാമിജി കാര്യം പറയണം, ഇത് പറയാതെ പറ്റില്ല. സ്വാമിജി സംസാരിക്കുന്നുണ്ടല്ലോ, ഇതുപോലെ മലയാളം ഒരാൾക്കും പറയാൻ പറ്റില്ല എന്ന്. ഞാൻ കേട്ടിട്ടില്ല മലയാളം. എന്താണാവോ എൻ്റെ മലയാളത്തിന് വിശേഷം? ഞാൻ വിചാരിച്ചു ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ്. അപ്പം അവർ പറയണത് കുട്ടികൾക്കും കൂടി മനസ്സിലാവുന്ന എല്ലാവരും പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ? ഭക്തി പരിശീലിക്കരുതെന്ന്. പിന്നെ എന്തു വേണം? ഭക്തനായിത്തീരണം. നിങ്ങൾ ഭക്തനായാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഭക്തിയാണ്. ഭക്തനായില്ലെങ്കിലോ എന്ത് ചെയ്താലും ഭക്തി. രണ്ടും തമ്മിലുള്ള വ്യത്യാസമായോ? മനസ്സിലായോ? ഞാൻ ചിലരോടൊക്കെ ചോദിക്കും, നിങ്ങളുടെ അച്ഛന് മകനോ മകളോ ആയി തീർന്നത് എപ്പോഴാണ്? ജനിച്ചപ്പോൾ. പിന്നെ രണ്ടാമതായോ? ഇല്ലല്ലോ. ഒറ്റ ജന്മം കൊണ്ട് മകനോ മകളോ ആയി. ഒരു കല്യാണം കൊണ്ട് ഭർത്താവോ ഭാര്യയോ ആയി. ഒരു കുട്ടി ജനിച്ചപ്പോൾ അച്ഛനോ അമ്മയോ ആയി. അതുമാതിരി ഒരു ദിവസം ഒരിക്കൽ നിങ്ങൾ ഈശ്വരൻ്റെ ഭക്തനാവുക, പിന്നെ രണ്ടാമതാവണ്ട. സമ്മതിച്ചോ?
കേട്ടോ? നിങ്ങൾ ഗ്രഹിച്ചോ? സ്വാമിജി ശരിയാ, പക്ഷെ ആവണില്ലല്ലോ എന്ന് പറയും. പിന്നെ എന്ത് ഈ ആവണില്ലല്ലോ? നിങ്ങൾ ഈശ്വരൻ്റെ ഭക്തനല്ലെങ്കിൽ പിന്നെ ആരാ എന്നൊന്ന് പറഞ്ഞു തരൂ. ആരാ പിന്നെ നിങ്ങൾ? ഈ ഭൂമി ആരുടെയാ? ഈശ്വരൻ്റെയാണ്. ഭൂസന്തതികളോ? ഭൂമി ഈശ്വരൻ്റെ ആണെങ്കിൽ ഭൂസന്തതികളാരാ? ഇപ്പോൾ ഭൂമി ഈശ്വരൻ്റെ ഡയറക്റ്റ് സന്താനമാണെങ്കിൽ ഭൂസന്തതികൾ ഈശ്വരൻ്റെ പേരക്കുട്ടികൾ അല്ലാൻ്റെ ആരാ? എന്തുകൊണ്ട് നിങ്ങളിത് സമ്മതിക്കില്ല? എന്ത് ഇടുക്കം, എന്ത് മഹാപാപ നിങ്ങൾക്ക്? അതാണ് ഇവിടെ കൃഷ്ണൻ പറയണത്. മത് ഭക്തോ ഭവ, എൻ്റെ ഭക്തനായി തീരൂ. അതിന് വഴിയെന്താ? ഈശ്വരനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് സ്മരിച്ച് ആ സ്മരണം മൂത്ത് അവസാനം ഞാൻ ഭക്തനാണെന്ന് തോന്നും. ആ ഭക്തനാണെന്ന് തോന്നിയാൽ പിന്നെ നിങ്ങൾ പോകുന്നിടത്തൊക്കെ ഭക്തി പിന്നാലെയും മുന്നാലെയും മുമ്പിലും വന്നോളും. ഇതാണ് എളുപ്പവഴി. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി. നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും എനിക്ക് വേണ്ടിയുള്ള യജനമാവണം. ഇപ്പോൾ നടക്കുന്നത് എന്താ? ആഴ്ചയിലോ മാസത്തിലോ കൊല്ലത്തിലോ ദശാബ്ദത്തിലോ ഒരു ദിവസം വല്ലതും യജിക്കും ഈശ്വരന് വേണ്ടി. അങ്ങനെ ആവരുത്. നിങ്ങൾ തിന്നണതും കുടിക്കണതും ഉറങ്ങണതും ഉണ്ണണതും കളിക്കണതും ഉടുക്കണതും നേരം പോക്ക് പറയുന്നതും കള്ളം പറയുന്നതും എല്ലാം ഈശ്വരന് വേണ്ടിയിട്ടുള്ള യജനമാവണം. മാം നമസ്കുരു, എന്നെ പ്രണമിച്ചോളൂ. ഇത് മാത്രമേ ഇവിടെ ചെയ്യണ്ടൂ, വേറെ ഒന്നും വേണ്ട. എത്ര കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. മന്മന മത് ഭക്ത മദ്യാജി മാം നമസ്കുരു. 4 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഈ 4 എണ്ണം കൊണ്ട് എന്ത് വരും? മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണ. ഈ 4 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ പരിപൂർണമായി രൂപപ്പെടുത്തും. അത് വാർത്തെടുക്കും. സ്വർണം മൂശയിലിട്ട് പഴിപ്പിച്ചാൽ എങ്ങനെ ശുദ്ധിയാവുന്നുവോ അതേമാതിരി നിങ്ങളുടെ മനസ്സും ബുദ്ധിയും സംശുദ്ധമായി നിങ്ങൾക്ക് ആത്മാനം മത്പരായണം യുക്ത്വാ, എന്നോട് കൂടി നിങ്ങൾക്ക് യോജിച്ചിരിക്കാം. പാലും വെള്ളവും കൂടി ചേരുന്നത് പോലെ. പിന്നെ വ്യത്യാസം വരില്ല. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണ. ഇതിലെന്താ കൂട്ടരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഇതിലെന്ത് വേണമെന്നാ പറയണത്? നല്ല കുലത്തിൽ ജനിക്കണം പറയുന്നില്ല. നല്ല പോലെ പഠിച്ച് ഡോക്ടറേറ്റ് വാങ്ങണം പറയണില്ല. കഠിനമായ ആരോഗ്യം വേണം അതും പറയണില്ല. ഇതൊക്കെ ഉൾപരിവർത്തനമാണ്, ഉൾനിവേദനമാണ്, ഉൾസമർപ്പണമാണ്, ഉള്ളുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശരീരത്തിനോട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിൽ ജീവിച്ചോളൂ. അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, മുത്തശ്ശനാവട്ടെ, മുതുമുത്തശ്ശനാവട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സ് ഈശ്വരമയമായിരിക്കണം. ഇതാണ് ആവശ്യം. ഗൂഢശ്ചരസി ഭൂതാത്മാ ഭൂതാനാം ഭൂതഭാവന നത്വാം പശ്യന്തി ഭൂതാനി പശ്യന്തം മോഹിതാനി തേ. ഭാഗവത ശാസ്ത്രമുണ്ടല്ലോ, വളരെ വിശേഷപ്പെട്ടതാണ്. എവിടെ എന്ത് പറയുമ്പോഴും താത്വികമായിരിക്കുന്ന സിദ്ധാന്തങ്ങൾ തൊടുത്തു വിട്ടിരിക്കുക. വ്യാസദേവൻ്റെ വല്ലാത്തൊരു പ്രഭാവമാണത്. ഭക്തിയും ഭഗവാൻ 2 പേര് വെച്ചുകൊണ്ട് ദാർശനിക വിഷയങ്ങൾ മുഴുവൻ ഇതിൽ ചെലുത്തിയിരിക്കുക. അതുകൊണ്ട് ആർക്കും ഇത് നിഷേധിക്കാൻ പറ്റില്ല. ഒക്കെ ഭഗവാന്റെയും ഭക്തിയുടെയും പേരിലാണ് പറയുന്നത്. ഗൂഢശ്ചരസി ഭൂതാത്മാ, അങ്ങ് ഗൂഢ ചരസി ഭൂതാത്മാ, ഭൂതങ്ങളിൽ ആത്മാവായി അന്തരാത്മാവായി. ഗൂഢൻ, ഗൂഢം എന്ന് പറഞ്ഞാൽ എന്താ? കാണപ്പെടാതെ ഒളിഞ്ഞ് ചരസി സഞ്ചരിക്കുകയാണ്. എന്താ അതിനർത്ഥം? നമ്മുടെ ശരീരം കാലിൻ്റെ അടി തള്ളവിരലിൻ്റെ തുമ്പ് മുതൽക്ക് ശിരസിൻ്റെ അറ്റം വരെയുണ്ട് നമ്മുടെ വ്യക്തിത്വം. ഈ വ്യക്തിത്വത്തിൽ എല്ലായിടത്തിലും എല്ലാ സെല്ലിലും വ്യാപിച്ചിരിക്കുകയാണ് ആര്? അന്തരാത്മാവ്. എന്നാൽ ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഡോക്ടർമാരെ എത്ര ഓപ്പറേഷൻ കഴിക്കണു, മുറിച്ച് ഇങ്ങനെ നീക്കണു. ഒരു തവണയെങ്കിലും ആ അന്തരാത്മാവിൻ്റെ ഒരു സ്പർശം അവർക്ക് കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ശ്രീകൃഷ്ണൻ പറയുകയാണ്, ഈശ്വരൻ മഹാവിഷ്ണു ശ്രീഹരി ഈ ലോകത്തിൽ പല വിധത്തിലുമുള്ള പ്രകടനങ്ങളും വിലാസങ്ങളുമാണ് കാഴ്ചവെക്കുന്നത്. ഈ ദൃശ്യലോകം തന്നെ അങ്ങനെയാണല്ലോ, എല്ലാ ഭാഗത്തും അനന്തമാണ്. അതേമാതിരി അത് വിവിധവുമാണ്. ഇതിൽ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ ലോകത്തിൽ ആവശ്യമായി വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പുരാണങ്ങൾ ചിലതൊക്കെ പറയുന്നു. എന്ത്? മോഹിനിയുടെ രൂപം, മത്സ്യം, കൂർമ്മം, വരാഹം എന്നൊക്കെ പുരാണ ഭാഷയാണ്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടി വരും എന്നുള്ളത്
പുരാണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇപ്പോൾ പലപ്പോഴും നമുക്ക് സുനാമി ഉണ്ടാവുന്നു, ഭൂകമ്പം ഉണ്ടാവുന്നു. ഇതൊക്കെ ലോകത്തിൽ നടക്കുന്ന സംഭവമാണ്, പ്രത്യേകിച്ചും നമ്മുടെ ഭൂമണ്ഡലത്തിൽ. ഇങ്ങനെ പല സംഗതികളും ഈ ലോകചക്രം തിരിയുമ്പോൾ നടക്കുന്നുണ്ട്, നമ്മുടെ മുൻപിൽ ഈശ്വരൻ കാഴ്ചവെക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം സംഭരിച്ചുകൊണ്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്ന പല കാര്യങ്ങളും വേണ്ടിവരും. അപ്പം അവിചാരിതമായും മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ആസൂത്രണം ചെയ്യാത്തതുമായി പല സംഭവങ്ങളും ഇവിടെ നടത്തേണ്ടി വരാം. സ്ഥിരം മഹത്വങ്ങളുണ്ട് ഇവിടെ. പെട്ടെന്ന് ഉദ്ഭവിക്കുന്നതായ മഹത്വങ്ങളും മേന്മകളും വിഭൂതികളും കണ്ടുവെന്ന് വരാം. ഇങ്ങനെ പലതുമാണ്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ആരാ? ഒരേ ഒരു പരബ്രഹ്മം. അതാണ് ഉദ്ധവൻ ആദ്യം പറഞ്ഞു വെച്ചത്. ത്വം ബ്രഹ്മപരമം സാക്ഷാത് അനാദ്യന്തം അപാവൃതം സർവേഷാമപി ഭാവാനാം ത്രാണസ്ഥിത്യപ്യോദ്ഭവ. അങ്ങ് വെറും ദേവകീപുത്രനായ കൃഷ്ണനൊന്നുമല്ല, യശോദയുടെയും നന്ദഗോപൻ്റെയും നന്ദനുമല്ല. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് പരമം ബ്രഹ്മം, പരബ്രഹ്മമാണ് അങ്ങ്. ആ പരബ്രഹ്മമായിരിക്കുന്ന അങ്ങ് ത്രാണസ്ഥിത്യപ്യോദ്ഭവ. ഈ ലോകത്തിനെ സംരക്ഷിക്കാനും ഇത് ഉദ്ഭവിക്കാനും ഇതില്ലാതെയാക്കാനും എല്ലാറ്റിനും പല വിധത്തിലുള്ള ഭാവങ്ങൾ കൈക്കൊള്ളേണ്ടി വരുന്നു. അങ്ങനെ എണ്ണാൻ പറ്റാത്തതും ഊഹിക്കാൻ പറ്റാത്തതും ഗ്രഹിക്കാൻ പറ്റാത്തതുമായ പല ഭാവവിശേഷങ്ങളും വിലാസങ്ങളുമാണ് അങ്ങയ്ക്കുള്ളത്. ആദ്യം അന്തവുമില്ലാത്തതായ ഒരു പ്രഭാവമാണെന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ആർക്കും നമ്മുടെ മനസ്സിൽ ഒന്നിനും പിടിച്ചാൽ കിട്ടുന്നതല്ല. നമുക്കൊക്കെ ആദ്യം അന്തവുമുള്ള കാര്യങ്ങളെ മനസ്സിലാവുള്ളൂ. ഒരു മാവ് അല്ലെങ്കിൽ ഒരു പ്ലാവ്, അതിൻ്റെ കുരു കുഴിച്ചിട്ടു, അതിൽ നിന്നത് മുളച്ചു പൊന്തി വലുതായി അതിൽ കായോ പഴങ്ങളോ ഒക്കെ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് മുറിക്കും, അല്ലെങ്കിൽ താഴത്ത് വീണ് പോവും, അത് ദഹിച്ച് ജര പിടിച്ച്. ഇതൊക്കെ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഭൂമിയും ഒരു പക്ഷേ ഉത്പത്തിയായി എന്ന് വന്നിരിക്കാം, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സൂര്യനോ നക്ഷത്രങ്ങളോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ മുൻപിൽ ഒരിക്കലും ചുള്ളഴിയാത്ത സംഗതികളാണ്. എന്നാൽ ആലോചിക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്ന് ചിന്തിച്ച് ഊഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ്, ഗൂഢശ്ചരസി ഭൂതാത്മാ ഭൂതാനാം ഭൂതഭാവന നത്വാം പശ്യന്തി ഭൂതാനി പശ്യന്തം മോഹിതാനി തേ. പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണത്. വാസ്തവത്തിൽ ഈ ഈശ്വരൻ എല്ലാറ്റിലുമുണ്ട്, എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നു, സർവവ്യാപിയാണ് എന്നൊക്കെ പറഞ്ഞാലും ഗൂഢശ്ചരസി ഭൂതാത്മാ, ഗൂഢമായിട്ടായിരിക്കുന്നത്. എല്ലാ ദിക്കിലുമുള്ള ഈശ്വരനെ കണ്ടുപിടിക്കാനും നുകരാനും നുണരാനും എന്തത്ര വിഷമം. പക്ഷെ ആർക്കും പിടികിട്ടുന്നില്ലല്ലോ. പിടികിട്ടാത്തത് കൊണ്ടല്ലേ നാം ഒരു വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച് അതുമായി സമ്പർക്കം പുലർത്തി പൂജയും പുരസ്കാരങ്ങളും ഒക്കെ നാം ചെയ്യുന്നത്. എന്താണ് ഈശ്വരന് കിട്ടാൻ ഇത്ര വലിയ വിഷമം? നത്വാം പശ്യന്തി ഭൂതാനി പശ്യന്തം മോഹിതാനിതേ. അങ്ങയുടെ മായയാൽ തന്നെ മോഹിതരായിട്ട് എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്ന അങ്ങയെ, എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയെ മനുഷ്യർക്ക് കാണാൻ പറ്റുന്നില്ല. കാണുന്നത് അങ്ങയാണ് കാണുന്നത്. ബാക്കിയുള്ളവരൊക്കെയോ കാണപ്പെടുകയാണ്. അപ്പോൾ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഓബ്ജക്ട്സ്, അതിനെ എല്ലാവരും കാണുന്നുണ്ട്. സബ്ജക്റ്റായിരിക്കുന്ന ആ ഒരു ഘടകത്തെ ആർക്കും കാണാൻ പറ്റുന്നില്ല. അങ്ങാകട്ടെ ഈ വിഷയി സബ്ജക്റ്റാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കാണാതെ ഇരിക്കുന്നത് കൊണ്ട് എന്തു വേണം? അങ്ങയെ കാണാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. യേഷു യേഷു ച ഭാവേഷു ഭക്ത്യാ ത്വാം പരമർഷയഃ ഉപാസീനാഃ പ്രപദ്യന്തേ സംസിദ്ധിം തദ്വദസ്വമേ. മഹർഷിമാരും തപസ്വികളും യോഗാഭ്യാസികളും യോഗമാർഗം അനുവർത്തിക്കുന്നതായ ധ്യാനം ശീലിക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ ഏതേത് വിശേഷ ഭാവങ്ങളിലാണ് അങ്ങയെക്കുറിച്ച് ധ്യാനിച്ചും ചിന്തിച്ചും സ്മരിച്ചും വിചിന്തനം ചെയ്തും അങ്ങയെ കണ്ടുപിടിക്കാനോ അങ്ങയുടെ അടുത്ത് പോകാനോ അവർക്ക് സാധിക്കുന്നത്? ഇതെനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന്. ഉപാസീനാഃ പ്രപദ്യന്തേ എന്നാ പറയുന്നത്. പലരും ഇപ്പോൾ വിഗ്രഹം ഉപാസിക്കുന്നവരുണ്ട്. 30, 40, 50, 60, 80 കൊല്ലം ഉപാസിച്ചിട്ട് ഭഗവാൻ സർവവ്യാപിയായ ഭഗവാനെ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നവർ ഇവിടെ എത്ര പേരുണ്ടാവും? ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്താ കാരണം? അവർ ഉപാസിക്കുന്നില്ലേ? അവരുടെ ഉപാസന തെറ്റാണെന്ന് പറയാമോ? പറ്റില്ല. എന്നാലും ഉപാസനയ്ക്ക് പാത്രമായിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരം അവർക്ക് കിട്ടുന്നില്ല. അപ്പം അതിലെന്തോ ചില തകരാറുകളോ പോരാക്കുറവുകളോ ഉണ്ട്. ഏത് ഭാവങ്ങളിലാണ് അങ്ങയെ പ്രത്യേകമായി മഹർഷിമാർ ധ്യാനിക്കുന്നത്? അതൊന്ന് പറഞ്ഞു തരാമോ? അതൊന്ന് വിശദമാക്കി തരൂ എന്നാണ് പറയുന്നത്. അതിന് മറുപടിയായിട്ടാണ് കൃഷ്ണൻ പറയാൻ തുടങ്ങി.